എടോ ഞാനാ ജ്യോതി. ജ്യോതി മീൻകാരി ജ്യോതി. അയ്യോ തന്നെ എനിക്ക് തരി മനസ്സിലായില്ലേടാ. തന്റെ മീൻ തീറ്റൊക്കെ ഇപ്പോഴുണ്ടാ? മീൻ പറഞ്ഞ എനിക്കിപ്പൊ കണ്ണിനേരെ കണ്ടൂടാ. അതെ, മീൻ കൂട്ടല്ലാണ്ട് ചോറങ്ങാത്ത ആളല്ലേ താൻ. കാലം മാറുമ്പോ കഥകളും മാറില്ലേ പ്രാഞ്ചിയെ? അതെ, താനിപ്പോ എന്താ ചെയ്യണേ? ഞാൻ നമ്മുടെ അപ്പന്റെ വഴി അങ്ങോട്ട് പിന്തുടർന്നു. അരിക്കച്ചവടം ചെറിയൊരു കടണ്ട്, അതായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോവാ. അത് നല്ലതാ, ഉള്ളതുകൊണ്ട് നാട്ടിൽ തന്നെ കൂടുന്നതാ നല്ലത്. താപ്പ വിദേശത്താന്ന് പറഞ്ഞ? കൊറേ കാലായി അമേരിക്കയിലായിരുന്നു, തിരിച്ചു പോന്നു, മതിയായി. തന്നെ കണ്ടിട്ട് എനിക്കൊരു തരി മനസ്സിലായില്ല. പക്ഷെ എനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഈ വയറ് അധികം ഇല്ല. രാവിലെ ഒരു അരമണിക്കൂർ നടത്ത ശീലാക്കിക്കോ. ഇപ്പൊ പിടിച്ച എന്നും ഇങ്ങനെ പ്രായം കൂട്ടാതെ തന്നെ നിക്കാം. ഞാൻ തമാശ പറഞ്ഞല്ലടാ, ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെന്തുണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാനിത് പറയാൻ കാരണം നിന്റെ ഷേപ്പാ. ഇനി അലസനായ ശരീരവും മാറും. ഇപ്പൊ പിടിച്ചോ. എനിക്ക് ഷുഗറും പ്രഷറും ഒന്നുമില്ലടോ. അത് ഈ പ്രായത്തിൽ പെട്ടെന്ന് അറിയൊന്നുമില്ല അമ്മേ. ഇപ്പൊ ശരീരം നോക്കിയാ കൊള്ളാം. അപ്പൊ ഓക്കെ, പിന്നെ കാണാം. ഇടയ്ക്ക് വീട്ടിലോട്ടൊന്ന് വരണം. ആയിക്കോട്ടെ. ശരി. അപ്പൊ നിനക്ക് ഓടാനോ നടക്കാനോ വേണമെങ്കിൽ നീ പോയിക്കടാ, ഞങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? കുരുവേട്ടൻ ഇങ്ങനെ മടിയനായാലോ? രാവിലെ ഒരു അരമണിക്കൂർ സമയം ഒന്ന് ഓടിയാ എന്താ നഷ്ടം? ആരോഗ്യം ഉണ്ടാവില്ലേ? ഇനിയിപ്പൊ ആരോഗ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലേ, പെട്ടെന്ന് എന്താണ് നിനക്കൊരു ആരോഗ്യ ചിന്തയൊക്കെ? പെട്ടെന്നുള്ള ആരോഗ്യ ചിന്ത എന്നല്ല, കൊറേ നാളായിട്ടുള്ള തന്നെ. ഇപ്പഴാ സമയത്തൊന്നേ വെക്കേഷൻ അല്ലേ, നേരത്തെ എണീച്ചിട്ട് ചായ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ കുട്ടികൾക്ക്. ആലിസും സൂസനും നടക്കാൻ വന്നോ? പ്രാഞ്ചേട്ടന് നടക്കണമെങ്കിൽ നടന്നാ പോരെ, എന്തിനാ മറ്റുള്ളവരെ കൂട്ടണേ? ഞാൻ തനിച്ച് കിടക്ക്, അത് ശരിയാവില്ലേ? അതെന്താ? നാളെ രാവിലെ കൃത്യം 5 മണിക്ക് നമ്മളെല്ലാവരും കൂടി നടക്കാൻ പോകും. അതെ, നമ്മളൊന്നിച്ചല്ല, നിങ്ങളൊന്നിച്ചിട്ടാ. എന്നെ കൂട്ടണ്ട, പ്രാഞ്ചേട്ടൻ തനിച്ചങ്ങോട്ട് നടന്നാ മതി. എടി, ഞാൻ മാത്രം തനിച്ച് നടന്നാലേ എന്റെ ആരോഗ്യം മാത്രം പെർഫെക്റ്റ് ആവും. വയറ് ചാടാതെ നല്ല ചുള്ളനായിട്ടുണ്ട് വരും. ആൾക്കാര് പറയേ ദാ പോണ അമ്മയും മോനൊന്ന്. എന്തൊരു പൂതി പ്രാഞ്ചേട്ടനെ. പകല് മുഴുവൻ ഞാൻ കടയിൽ പോയി വെറുതെ കുത്തിയിരിക്കല്ലേ. ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് ദേഹം ഈ വീട്ടിലെ പണി മുഴുവനും നോക്കുന്നുണ്ട്. അത് മതി ഞങ്ങളുടെ ആരോഗ്യത്തിന്. അത് പോരാ കുരുവേട്ടാ, ഈ ചെക്കന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങ തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ ഒരുപോലെ ഇരിക്കണം. അല്ല, അപ്പൊ ആലിസേച്ചിക്കൊന്നും നടന്ന് തടി കുറച്ചെന്താ? കുരുവേട്ടനൊരു ചേർച്ചയാവില്ലേ? അതിലും നല്ലത് കുരുവേട്ടൻ വണ്ണം വെച്ച് ചേർച്ച വെപ്പിക്കണതാ. സൂസ, നീ നാളെ എന്റെ ഒപ്പം നടക്കാൻ വരും. എന്തൊരു കഷ്ടം ഇതൊന്നും നോക്കിയേ. ഞാൻ എന്തിനാ കൂടെ വരുന്നത്? നിങ്ങൾക്ക് തനിച്ചങ്ങോട്ട് നടന്നൂടെ? തനിച്ച് നടന്ന ബോറടിക്കൂടി. നീ ആ ക്ലോക്ക് കൊണ്ട് എടുത്തേ, ഒന്ന് അലാറം സെറ്റ് ചെയ്ത് വെക്കാം. അതിന്റെ ബാറ്ററിയൊക്കെ പോയി കിടക്കുക. അതെ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാനൊന്നും പോവില്ല കേട്ടോ. ഈ ചെക്കൻ ഇതെന്താ ഇടയ്ക്ക് ഓരോ പ്രാന്താണ് അവന്. അവനങ്ങനെ പ്രാന്ത് വന്നോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പ്രാന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മുളകിൽ അങ്ങോട്ട് ഉള്ളു കേട്ടോ. അതെന്തുകൊണ്ടാ ഞങ്ങൾ സ്കൂളിൽ ചേർത്തുണ്ടോ? നീ ഇതൊക്കെ എനിക്കുള്ളതാണ്. നീ എന്തുകൊണ്ടത്? ഇത് നിന്റെ ക്ലാവിന് മേടിച്ചതാ? അയ്യളപ്പ അത് കുട്ടികൾക്കുള്ളതല്ല, എനിക്കുള്ളതാ. എന്തുകൊണ്ട്? നീ ഇന്ന് സാഹിബിന് പഠിക്കുക? അതൊന്നുമല്ല, പ്രാഞ്ചേട്ടന്റെ ഓരോരോ ഭരണ പരിഷ്കാരങ്ങള്. മനസ്സിലായില്ലേ എനിക്ക്? കാലത്ത് രാവിലെ എണീറ്റ് ഓടിയിട്ട് മാത്രമേ കടയിൽ പോകാൻ പാടുള്ളൂ. എനിക്ക് ഓടിയിട്ടാ? അപ്പൊ ബസ് കൂലി ലാഭിക്കാലോ. എന്നാ നീ കാറിന്റെ പിന്നാലെ ഓടറ, അപ്പൊ കാറിന് ടാക്സിയിലെ കൂലി കൊടുക്കണ്ടല്ലോ. അതൊന്നും അല്ലേ ഇളയപ്പാ, കുന്നംകുളത്തെ സമ്പൂർണ്ണ ആരോഗ്യരത ആക്കണം എന്ന പ്രാഞ്ചേട്ടന്റെ മുദ്രാവാക്യം. ആരോഗ്യഗതയാ ഗതിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരോഗ്യഗതം കേട്ടിട്ടില്ല. ഇത് അതൊന്നുമല്ല, സമ്പൂർണ്ണ സാക്ഷരത എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് സമ്പൂർണ്ണ ആരോഗ്യരത. ഇന്നലെ മുതൽ തുടങ്ങിയതാ ഈ ഓട്ടത്തിന്റെ മഹത്വം പറച്ചില്. രാവിലെ എണീറ്റ് ഓടിയ ആരോഗ്യം നഷ്ടപ്പെടില്ലാത്തേ. അവൻ വേണമെങ്കിൽ ഓടിക്കോട്ടെ. നീ എന്തുകൊണ്ട് ദേനിച്ചിന്റെ ചിറ്റി കളിച്ച് അവന്റെ പിന്നാലെ ഓടണേ? ഞാനും അതാളോട് പറയുകയും ചെയ്തു. പക്ഷെ ഹിറ്റ്ലറെ പോലെ ചിലപ്പോ പ്രാഞ്ചേട്ടൻ. അതാരാ ഹിറ്റ്ലർ? നമ്മുടെ മുസോളിനിയുടെ കാലത്ത്. ഏത് കോളനിയുടെ കാര്യം? ആരോടാ നീ പറയുന്നത്? 10ാം ക്ലാസ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പഠനത്തിലുണ്ടത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടത്. അതിനെങ്ങനെ തോൽക്കാണ്ട് 10ാം ക്ലാസ് ജയിക്കണ്ടേ? നീ അതിനെ കുറിച്ചൊന്നും പറയണ്ടേ. ഇപ്പൊ 10 ജയിക്കുന്നതും തോൽക്കുന്നതും അതിന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. വെറുതെ നാണം കെട്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ജയിപ്പിച്ചതാ. ഇതും അതുപോലെ ആയിരിക്കുന്നു എനിക്ക് തോന്നണേ.
പ്രാഞ്ചേട്ടനാണ് ഓടാൻ മുൻകൈ എടുത്തത്. ഞാൻ ഓടും, എന്റെ ആരോഗ്യം രക്ഷപ്പെടുകയും ചെയ്യും. പ്രാഞ്ചേട്ടന്റെയും ഗുരുവേട്ടന്റെയും കാര്യം പോക്കാ, നമ്മുടെ 10ാം ക്ലാസ് പോലെ. പണ്ടൊരു ചക്ക വീണു വിചാരിച്ചിട്ട് മൊയില് ചത്തു. എന്നൊന്നും ചക്ക വീണിട്ട് മൊയില് ചാവൊന്നുമില്ല. പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്യാം, ഓടുമ്പോ മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ ഓടുക. അവിടെ കുറെ പട്ടികളുണ്ടാ, അപ്പൊ നിനക്ക് ഓടുമ്പോ ഒരു പ്രചോദനം ആവൂലോ. പോയി വല്ല പണിയെടുക്കാൻ നോക്കണേ. അവന്റെ ഒരു ഇതൊക്കെ അറിയണമെങ്കിലേ 10ാം ക്ലാസ്സിൽ പാസ്സാവണം. കുരിയേട്ടാ എന്നാ ചായ. എടി പ്രാഞ്ചി നടക്കാൻ പോയിട്ട് ദൂരെ എത്തില്ല. അയ്യോ അത് വേറൊരു രസമുണ്ട്. സൂസനെ അലാറം മാറ്റിയാ വെച്ചേക്കണേ. 8 മണിക്കാ വെച്ചേക്കണത്. 5 മണിക്ക് അടിക്കുമെന്ന് പറഞ്ഞ അവൻ മൂടിപ്പോയിട്ടുണ്ട്. എന്നാ അവൾക്ക് കിട്ടാൾ ഇപ്പൊ കിട്ടിക്കോളൂ. ഈ പെണ്ണ് വേണ്ടാത്ത ഓരോന്ന് കാട്ടി എഴുതിട്ട് ഇപ്പൊ എന്നെ കൂട്ടാ കേക്കാം. പറഞ്ഞ പോലെ നിന്നോട് ഒന്നും എടി പോത്തെ, നിന്നോട് എത്ര മണിക്കാടി അലാറം വെക്കാൻ പറഞ്ഞു? ഞാൻ 5 മണിക്ക് വെച്ചതാ. എന്നിട്ട് 8 മണിക്കാടി അലാറം ഒറ്റ ചവിട്ടേണ്ടി തന്നപ്പോ നീ എന്താണ് ദേഷ്യം പറഞ്ഞ്? നടക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കറക്റ്റ് 5 മണിക്ക് നീക്കും. അതിന് ഇവന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലാതെ ഇവന് ആവശ്യം ഉണ്ടായിട്ടാണ്. കർത്താവേ, ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നടക്കാറുണ്ടെന്ന് വാക്കൊടുത്തതാ. എനിക്ക് തന്നെ വാക്കാണ് സത്യം, അത് മനസ്സിലാക്കിക്കോ. ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കിക്കടാ, ഇങ്ങനെയൊക്കെ ഒന്ന് പോകണ്ട. എന്ത് ചെയ്യേണ്ടത്? ചായ വേണോടാ? ചായ വെച്ചിട്ടുണ്ട്. വേണ്ട പ്രാഞ്ചേട്ടാ, നീ മിണ്ടാതെ പോയി അവിടുത്തെ ചവിട്ടിയാൻ ഓടിക്കാൻ. ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, കൂളാകു നീ. ഞാൻ ആയിക്കോട്ടെ, നിങ്ങൾ കൂളാക്കണ്ട. ഇങ്ങനെയൊക്കെ ആക്കടാ. പറഞ്ഞിട്ട് കയറിക്കോ. ഇത് പ്രാചീന ഇവിടെ വന്നിരുന്നുണ്ട്. സ്റ്റുഡൻസ്, ഞാൻ 1 2 3 സ്റ്റാർട്ട് പറയും, എന്നിട്ട് ഓടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ നല്ല ചുട്ടടി കിട്ടും, അമരാൻ കിട്ടും. ഇനി വിസിലടിക്കണം കേട്ടോ, ഓടിക്കോണേ. അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഓടങ്ങോട്ട് കുന്തങ്ങള്. ഓ ഈശ്വര, അവന്മാരെ ഓടി 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 എവിടെ എത്തുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഇവർ ഒളിമ്പിക്സിലല്ല, ഒളിമ്പിക്സിലെത്തുക. നീ ആ പാണങ്കാടും തറവാളിൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന? അയ്യോ അതെ, എളയപ്പനല്ലേ? അതെ. ശരിയോ, ആലിസൂസിനൊക്കെ ഒരുപാട് പറയാറുണ്ട്, കൊച്ചു കള്ളൻ. അതെ, ഇവിടുത്തെ LP സ്കൂളില് എന്നെ കായിക അധ്യാപകനായിട്ട് നിയമിച്ചു. അതിന് കുഴപ്പം അതേടെ ഉടലിൽ മാഷ തന്നെയാ. ഈ കുട്ടികളെ ഗെയിംസിന് കൊണ്ടുപോകാനായിട്ടുള്ള മാഷ് അസത്തോളാണെങ്കിൽ ഒരു കാര്യമില്ല. ഇത്തവണ ഗെയിംസിനെത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ എനിക്ക് തോന്നാത്തേ? നീ അല്ലേ പഠിപ്പിക്കണേ? ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നല്ല അസലായിട്ട് പഠിപ്പിക്കും. ഞാൻ പോൾ വാട്ടർ ഹൈ ജമ്പ് പഠിപ്പിച്ച നമ്മുടെ തേസിലെ മോള് ലില്ലില്ലേ, അവള് മതിൽ ചാടിച്ച കാമുകൊരൊപ്പം പോയേ. ദേ ഞാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിലേ അവള് മതിൽ പോയിട്ട് ഒരു സ്റ്റൂൾ പോലും ചാടില്ലായിരുന്നു. അപ്പൊ നീ മതിൽ ചാടാനെ പഠിപ്പിക്കണേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നമ്മളൊരാളെ കൂ എന്ന് കൂക്കാൻ പഠിപ്പിച്ചു വിചാരിക്കുക, അയാൾക്ക് വല്ല പൊതുവേദിയിൽ ചെന്നിട്ട് കൂ എന്നങ്ങോട്ട് കൂക്കാം. ഇനി അതൊന്നുമില്ലെന്ന് വെച്ചോ, മീൻ കച്ചവടത്തിന് പോയത് വിചാരിക്കേ, മീൻ കച്ചവടത്തിന് പോയാലോ അയാൾക്ക് കൂ എന്ന് പറയാണ്ട് കൂക്കാം. ഇനി വെള്ളടിച്ചിട്ട് വെളിവില്ലാണ്ടാണെങ്കിലോ അപ്പോഴും കൂ എന്ന് പറയാണ്ട് കൂക്കാം. അതെ, ഒരു വസ്തു സംഗതി എപ്പോഴാണോ പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ പ്രയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ല, ഞങ്ങള് പ്രാഞ്ചി എല്ലാവരോടും രാവിലെ ഓടാൻ പറയുന്നുണ്ട്. നീ അവന് വല്ല ക്ലാസ് പ്രാഞ്ചേട്ടനാ അസലായിട്ടുണ്ട്. അയാള് പണ്ടേ ഒരു മൊരടനാ. പ്രാഞ്ചേട്ടൻ്റെ മോൻ നബീനെ ഓടാനായിട്ട് ഞാൻ പ്രാക്ടീസിന് വിളിച്ചതാ. അയാളെ തന്നെ ഓടിപ്പിച്ചു വിട്ടു. എന്നാലും നിന്നെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള സ്കൂളിൽ അധ്യാപകനാക്കൂടാ. അതെ ഇളയപ്പാ, നല്ല മെയ് വഴക്കം വേണം. അതിന് മെയ് വഴക്കം മതിയില്ലേ? ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഓടി 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 ഒളിമ്പിക്സിലെത്തി. അറിയോ ഇളയപ്പനെ? നേട്ടോട്ടോടുണ്ടാവും. നീയല്ലേ പഠിപ്പിക്കണേ? നിങ്ങൾക്കൊരു കുന്തോറിയില്ല, വെറുതെ അങ്ങോട്ട് വിമർശിച്ചോളും. സ്റ്റുഡൻസ് എബൌട്ട് 10, നമുക്കിനി യോഗ പഠിക്കട്ടോ. തൊണ്ട വലിഞ്ഞ് വലിഞ്ഞ് കീറി. ശരിയോ? അവറ്റേരൊക്കെ യോഗ എന്തായിരിക്കും കർത്താവ്?
ഹായ് പ്രഞ്ചി. ജ്യോതി. അപ്പൊ ഞാൻ പറഞ്ഞാലും കേക്കൂലേ? അല്ല, ഞാൻ ഈ ജോഗിങ് പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് ആളായിണ്ട്. പച്ചക്കള്ള. എന്നിട്ട് ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഈ നമ്മുടെ കുരിശുപള്ളിയില്ലേ ആ ഭാഗത്ത് കൂടെ പോകാം. അത് ശരി. ജ്യോതിയുടെ താമസം? ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ വന്നിട്ട് 2 മാസമായി. ഭർത്താവ് കുട്ടികൾ അങ്ങ് കാനഡയിലാ. വീട്ടിൽ ഞാനും ആയി മാത്രമേ ഉള്ളൂ. താനൊരു ദിവസം വീട്ടിലേക്ക് വാടോ. ആ, നോക്കാം. നോക്കാന്നോ? താനൊരു ദിവസം വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വാ. ആയിക്കോട്ടെ. തിരക്കിണ്ടല്ലേ? ശരി. എന്നാ ശരി, കാണാം. ഓക്കെ. കേട്ടോ അലീസ് ചേച്ചി, പ്രാഞ്ചേട്ടനെ രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഓടാൻ പോയി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എടീ, അപ്പൊ ഞാൻ ചിന്തിച്ചത് ശരിയാണല്ല. എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു നടത്തം? പ്രാഞ്ചേട്ടന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഇതിനകത്ത് വേറെ എന്തോ കാര്യമുണ്ട് സൂസേ. എന്ത് കാര്യം? എടി, ഇതൊരു സുപ്രഭാതത്തിൽ കണ്ടുപിടിച്ചൊന്നല്ലല്ലേ പ്രഭാത സവാരി. അതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാ. 2 ദിവസം മുമ്പ് ഒരു കുഴപ്പമില്ലാതിരുന്നവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ അതിൽ തക്കതായ കാരണം ഉണ്ട് മോളെ. എന്ത് കാരണം? എന്ത് കാരണമെന്ന് വെച്ചാൽ എനിക്കറിയാമോ, അത് കണ്ടുപിടിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഇനി പ്രാഞ്ചിലൂടെ നടക്കാൻ ചെല്ലു. അതെന്തിനാ ചേച്ചി? എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല രാവിലെ എണീറ്റ് നടക്കാൻ. നീ നടക്കാൻ പോന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്കറിയാലോ. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? എടി, പ്രാഞ്ചി നടക്കാൻ ഇറങ്ങണ സമയത്ത് വേറെ വല്ലവളുമാര് നടക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിലോ? നീ സിനിമയിലൊക്കെ കാണാറില്ലേ, എതിരെ വരണവർക്ക് ആദ്യം ഒരു ഹായ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ നടക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യും. അതാണ് അവന്റെ ബുദ്ധി, നിന്റെ മന്ന ബുദ്ധി തരാം. എടി, അവൻ ശുദ്ധനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പണിയാ. എന്തായാലും എത്ര നിർബന്ധിച്ചാലും നമ്മ പോവില്ലെന്ന് അവൻ ഉറപ്പാ. ഡിസൂസ, നീ ടെൻഷൻ അടിക്കണ്ട, എന്റെ ഒരു തോന്നല് പറഞ്ഞതേ ഉള്ളു. നീ ഒന്ന് പോയി നോക്ക്. എന്നാ നാളെ ഞാൻ കൂടി ഒന്ന് പോവാല്ലേ? ആ, നാളെ നീ കൂടെ പോ. എന്നിട്ട് കൈയോടെ പിടിക്കാം നമുക്ക്. ഇപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. വാ എടി, വാടി. എന്തപ്പോ ഇങ്ങനെ പതിവില്ലാണ്ട് തോന്നാൻ? പ്രാഞ്ചേട്ടൻ കുറെ നിർബന്ധിച്ചല്ലേ. അത് ശരി. അങ്ങനെ ഒരാഗ്രഹത്തിന് അങ്ങോട്ട് തുടങ്ങാ, പിന്നെ ഒരാഗ്രഹത്തിന് അങ്ങോട്ട് നിർത്തിയാ ശരീരത്തിന് ഭയങ്കര കേടാണ്. അല്ല, നീ ഇനിയിപ്പോ ആദ്യമായിട്ട് വരല്ലേ, അപ്പൊ ആദ്യം തന്നെ കുറച്ച് ട്രെയിൻ ചെയ്യണ്ട. ഞാൻ നിന്നെ കൊണ്ടാക്കിട്ട് വീണ്ടും ഒരു റൗണ്ട് നടക്കാൻ വരും. അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല പ്രാഞ്ചേട്ടൻ, നടക്കാം. വാ. ഞാൻ കരുതി നീന്ന് വരില്ലാന്ന്. ധാരാടാ വൈഫാ? കൊള്ളാലോടാ, നിനക്കല്ലെങ്കിലും പണ്ടേ ഉള്ളതാ ഈ സൗന്ദര്യഭ്രമം. കൊച്ചേ, ഞാനും പ്രാഞ്ചി ഒന്നിച്ച് പഠിച്ചതാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പ്രാഞ്ചി. സൂസേ, ഇത് ജ്യോതി. അമേരിക്കയിലായിരുന്നു, ഇപ്പൊ ഇവിടെ. ഇന്ന് നമുക്ക് കള്ളുഷാപ്പ് വരെ ഒന്ന് പോണോട്ടാ. ഇപ്പൊ നല്ല സ്വയംഭ സാധനം കിട്ടും. അയ്യോ, ഞാനാ ടൈപ്പൊന്നല്ല. നീ വാട പ്രാഞ്ചി. അപ്പൊ ശരി, വൈകിട്ട് ഷാപ്പ് മറക്കണ്ട. പോണില്ലേ? എവിടേക്ക്? രാവിലെ നടക്കണമെന്ന് പറഞ്ഞ ബഹളം വെച്ചപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നീ എന്തൊട്ട് ഉദ്ദേശിക്കണേ? വേണ്ട, ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നാ മതി. എന്നെ വെറുതെ ഓടിക്കരുത്, അവിടെ നിന്നോ മര്യാദക്ക്. അവിടെ നിക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? എങ്ങടെ ഓടുന്നത്? അവിടെ നിക്കാൻ. ഈ മനുഷ്യനെ നീ എന്താ അളമയ്ക്ക് പഠിക്കാ? ഗുരു എന്തുട്ട് തെറ്റാ ചെയ്തേ? എന്തുട്ടാ ചെയ്തേന്ന്? നീ എന്തുട്ടാ ചെയ്തേ? ഇളയപ്പ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ബ്രാഞ്ച് ഇപ്പൊ കാലത്ത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവൻ കുറെ ദിവസം എന്നെ വിളിക്കുന്നു. നാളെ മുതൽ ഞാനും പോവാന്ന് പറഞ്ഞു. അതിനുള്ള കാര്യം നടക്കാൻ പോണേ എത്ര വലിയ തെറ്റ്. നീ എന്തുട്ട് തേങ്ങ നോക്കിട്ട് ഇവനെ തല്ലാൻ പറഞ്ഞേ? അനങ്ങാണ്ടൊക്കെ. ഓ, ചിലർക്കത് നല്ലതാവും. ആ വഴിക്ക് എല്ലാരും കൊണ്ട് നശിപ്പിക്കണമെന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ കർത്താവേ. മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ലേപ്പാ. ഈ ഭൂമിയിൽ സകലമാന പെണ്ണുങ്ങൾക്കും ദൈവതമ്പുരാൻ കനിഞ്ഞു നൽകിയ ഒരു സാധനം ഉണ്ടല്ലോ, കുരുട്ടുബുദ്ധി. അതിങ്ങനെ വർക്കൗട്ട് ആവുക. അപ്പോഴും കുറ്റം ഞങ്ങൾക്ക്. നേരിട്ട് കണ്ടതാ. എന്തുട്ട് കണ്ടു നീ പറയണേ? പ്രാഞ്ചി നടക്കണത് അല്ലാണ്ടെന്താ? കുരുവേട്ട, നിങ്ങൾ കാര്യം അറിയാതെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ,
അവനോ അങ്ങനെ. ഇനി നിങ്ങളും കൂടി തുടങ്ങിക്കോ. എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പറയണേ? എളാപ്പിന് എന്തുട്ടാറണ്ടേ? എന്തുട്ട്? ഇത് നല്ല കൂത്ത്. ഇപ്പൊ ആദ്യം പ്രതിയായില്ല. അങ്ങനെ പ്രഭാത സവാരിയും അവസാനിച്ചു. പ്രാഞ്ചേട്ട ഒരു പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് ഇങ്ങനെ നടന്നോട്ടെ. എടാ ജീവിതാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിനക്ക് പിന്നെ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തോണ്ട് ഇതും പറയുന്നതിന്റെ അപ്പുറം പറയാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ആ ജ്യോതിയുടെ വാക്കും കേട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയല്ല. ആ ജ്യോതി പറഞ്ഞപ്പോ കൊറേ നാളായിട്ടുള്ള ഒരു ഐഡിയക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടി. അത്രല്ലോ. അവള് വൃത്തികേടൊന്നല്ല പറഞ്ഞേ. ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യല്ലേ? അതെ. അവള് ആരാ മുതലെന്നറിയോ പ്രാഞ്ചേട്ടന്? ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് കാര്യാക്കാണ്ടിരുന്ന പോരെ. ഒന്നാമത്തത് ഈ അമിത ആത്മവിശ്വാസം പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടല്ല. അത് അവള് അമേരിക്കയിൽ കഴിഞ്ഞോണ്ടാ. അമേരിക്കയിലൊക്കെ ആയിക്കോട്ടെ, എന്നെ കള്ളുടിക്കാൻ വിളിക്കുന്നു. അത് സൂസറ മുമ്പിൽ വെച്ചിട്ട്. ആഹാ, പിന്നെ ചൊറിയാണ്ടിരിക്കോ? സൂസേച്ചിയുടെ ഭാഗത്ത് ഒരു ന്യായക്കേടില്ല കേട്ടാ. എന്തായാലും ഈ പ്രശ്നം മൂലം ഞാൻ നടത്താൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നടന്ന് ക്ഷീണിച്ച് വരുമ്പോ വെള്ളം എടുത്തു തരാനും മറ്റും വേറൊരാളെ നോക്കിക്കോട്ടാ. നാളെ രാവിലെ സൂസനും കൂട്ടി പുതിയ വഴി ഞാൻ നടക്കും. ആ ജ്യോതി വരാത്ത വഴി. അപ്പഴാ അങ്ങനെയാണെങ്കി ഓക്കെ. ഓക്കേണാ? ഓക്കെ ഓക്കെ. ചേട്ടാ, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഊടുവഴി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിയെ നടന്നോ. അതല്ല സൂസ, നിന്റെ മനസ്സിലെ കറ അങ്ങോട്ട് തീരണം. ഞാൻ ആരോഗ്യ സംരക്ഷണം മാത്രം മുന്നിൽ കണ്ടാണ് ഈ നടക്കാൻ ഇറങ്ങണമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. ചേട്ടാ, എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. എന്നപ്പോ അത് നടക്കാം. ഈ വഴിയിലാകുമ്പോ ഒരു ശല്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പ്രാഞ്ചേട്ടാ, എനിക്ക് പ്രാഞ്ചേട്ടനെ നല്ല വിശ്വാസാ. ഞാൻ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, പറ്റണമാരി മെല്ലെ നടക്കാം. പ്രാഞ്ചേട്ടാ, ഇനി ഒരടി നടക്കാൻ വയ്യ. ഞാൻ ഇവിടെ ഇരിക്കുവാ. എടി, ഒരു അരമണിക്കൂർ കൂടി നടക്കണ്ടേ? എനിക്ക് വയ്യ. പ്രാഞ്ചേട്ടൻ പോയിട്ട് വാ. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ കുരിശുപള്ളി വരെ നടന്നിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ശരി. പോയിട്ട് വാ. കുഴപ്പമില്ല. ഇല്ല, പോയിട്ട് വാ. പ്രാഞ്ചി, വെൽക്കം. ഇതാണ് എന്റെ വീട്. അതെയാ? സൂസൻ പറഞ്ഞു ഭാഗ്യം. എന്ത്? ഒന്നുമില്ല, ഞാൻ തുറക്കട്ടെ. സൂസൻ വരാഞ്ഞത് ഭാഗ്യം മറ്റുമല്ലേ പറഞ്ഞത്? വൈഫല്ലേ സൂസൻ? അതെ. വാടോ, കേറിട്ട് പോവാം. ഞാനേ കുറച്ച് തിരക്കണ്ടേ, അതാ. ഓ പിന്നെ നിന്റെ ഒരു തിരക്ക്. വാടോ, ഇങ്ങോട്ട് വരാൻ. ഞാൻ വരാന്ന് കൊറേ നാളെ ഇപ്പഴാ തന്നെ ഒന്ന് കൈ കിട്ടി. നീ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെക്കണ്ട. കടയിൽ പോണേ. എന്താണത്? പ്രാഞ്ചേ, ഇങ്ങനെ ഒടുക്കത്തെ ഓട്ടോ ഓടിയിട്ടാണ് നീ ആരോഗ്യം സംരക്ഷിക്കണേ? എടള്ള ആയുസ് കളയണ്ട. ഇങ്ങനെ ഓടിയോണ്ടോ കുരുകേട്ടാ, തൽക്കാലത്തേക്ക് എന്റെ ആയുസ് നീട്ടി കിട്ടിയത്. എവിടുന്ന് അങ്ങോട്ട് നിർത്താത്ത ഓട്ടാന്നാ ജാതക ഫലം.